അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പ്രിയമുള്ള ശ്രോതാക്കളെ, കഴിഞ്ഞ ഭാഗത്തിൽ നാം പറഞ്ഞു വെച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആലിംഗനം ചെയ്ത് ഷഹാദത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുന്ന രംഗമാണ്. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഇരുവരികളിലായി അണിനിരന്നുകൊണ്ട് കഅബാലയത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രകൃതി പോലും കോരിത്തരിച്ചു പോയ നിമിഷങ്ങൾ. അവർ മുമ്പോട്ട് നടക്കുകയാണ്. തക്ബീർ ധ്വനികൾ ഉച്ചത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മലഞ്ചെരുവുകൾ പ്രതിധ്വനിച്ചിരിക്കുന്നു. ആളുകൾ അത് കേൾക്കുന്നു, പകച്ചു നിൽക്കുന്നു. കഅബാലയത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. നേതാക്കൾ കേട്ടു, സാധാരണക്കാർ കേട്ടു, വിദേശികളും സ്വദേശികളും കേട്ടു. മുമ്പിൽ നടക്കുന്നവരെ അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് ശക്തി കേന്ദ്രങ്ങൾ. പുണ്യമക്കയിൽ നല്ലൊരു ശക്തി പ്രകടനം വിജയകരമായി അവർ പൂർത്തിയാക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലെ നിത്യ സന്ദർശകനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനു ശേഷമുള്ള 6 വർഷക്കാലം അത്രയും ഇസ്ലാമിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് താൻ ശ്രമിച്ചത്. ഇനി അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഇതുവരെ ഞാൻ കുഫറിലായിരുന്നു. കുഫറിലായിക്കൊണ്ട് ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ ഈമാനിലായി കൊണ്ടും പോകും. മക്കയിലെ തെരുവുകളിൽ, മണൽ പ്രദേശങ്ങളിൽ, അവിടെയെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി ഓടി നടന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നടന്നത്. ഇസ്ലാമിനെ പരസ്യമാക്കുന്നതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല പങ്കുവഹിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചവർ കഠിനമായ പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്. തനിക്കും കിട്ടണം പീഡനം. പീഡനം സഹിക്കുന്നതിന്റെ പുണ്യം വിവരിക്കാനാവില്ല. ആ പുണ്യം തനിക്കും കിട്ടണം. തന്നെ ആര് മർദ്ദിക്കും, തന്നെ ആര് പീഡിപ്പിക്കും, ആരിൽ നിന്നെങ്കിലും അതേറ്റുവാങ്ങണം. പീഡനങ്ങളുടെ അധികാരിയാണ് അബൂജഹൽ. തന്നെയും അബൂജഹൽ മർദ്ദിക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വാതിലിൽ ശക്തിയായി മുട്ടി. വാതിൽ തുറന്നു. അബൂജഹൽ പുറത്തു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശബ്ദമുയർത്തി പറഞ്ഞു: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അബൂജഹൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് രൂക്ഷമായൊന്ന് നോക്കി. എന്നിട്ട് വാതിൽ വലിച്ചടച്ച് ഒന്നും സംസാരിച്ചില്ല. പീഡനം നടന്നില്ല, മർദ്ദനവും നടന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരാശയോടെ മടങ്ങുകയാണ്. പല പ്രമുഖന്മാരുടെയും വീടുകളിൽ കയറി നോക്കി. ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം പ്രഖ്യാപിച്ചു. ആരും പ്രതികരിച്ചില്ല. ഒരു വാക്കുപോലും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. നിരാശയോടെ വീണ്ടും മടങ്ങിപ്പോന്നു. ജമീൽ ഇബ്നു മഅമർ ഒരു ഖുറൈശി പ്രമുഖനാണ്. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ ചെന്ന് കണ്ടു. താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം പറഞ്ഞു. അയാൾ ധൃതിയിൽ നടന്നു കഅബാലയത്തിലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളുടെ പിന്നാലെ നടന്നു. ഇരുവരും കഅബാലയത്തിലെത്തി. ധാരാളം ആളുകൾ അവിടെയുണ്ടായിരുന്നു. അവരോട് ജമീൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഉമർ പിഴച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയും വിളിച്ചു പറഞ്ഞു. ജമീൽ ഇബ്നു മഅമർ പറഞ്ഞത് കള്ളമാണ്. ഉമർ സത്യമതം സ്വീകരിക്കുകയാണ് ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് സത്യസാക്ഷ്യ വചനമാണ്. ജനം ഇളകി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചാടി വീണു. അടിയോടടി തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു നന്നായി കൈവീശി അടിക്കുന്നുണ്ട്. കുറെ സമയം ഇത് തുടർന്നു. ഒരു വൃദ്ധൻ അതുവഴി കടന്നു വന്ന് അയാൾ വിളിച്ചു പറഞ്ഞു: എന്ത് നാണം കെട്ട പണിയാണിത്? ഇത്രയും ആളുകൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുകയോ? അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വഴി സ്വീകരിച്ചു. അതിന് നിങ്ങൾക്കെന്താ നഷ്ടം? അദിയ് ഗോത്രക്കാർ നിങ്ങളെ വെറുതെ വിടുമോ? അത് കേട്ടപ്പോൾ ആളുകൾ പിരിഞ്ഞു പോവുകയാണുണ്ടായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണം മക്കയിലാകെ ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ വീട്ടിലും അതാണ് സംസാരം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ക്ഷമിക്കാൻ പഠിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളെ ക്ഷമയുടെ പാഠമാണ് പഠിപ്പിക്കുന്നത്.
ക്ഷമാശീലം പരിശീലിക്കുക, അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു. അനുസരണയും അച്ചടക്കവും പഠിപ്പിച്ചു. മക്ക പട്ടണം മുസ്ലിങ്ങളെ ബഹിഷ്കരിച്ചു. പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിക്കുകയാണ്. സഹനം, ത്യാഗം, ക്ഷമ, അങ്ങനെ നിരവധി ഗുണങ്ങൾ സ്വായത്തമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം നാനാ ദിക്കുകളിലേക്കും വ്യാപിച്ചു. യസ്രിബിൽ നിന്ന് ആളുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിച്ചു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് മുസ്ലിങ്ങൾ യസ്രിബിലേക്ക് ഹിജറ പോയി. ഒരു സംഘം ആളുകളോടൊപ്പമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ പോയത്. പല പ്രമുഖ വ്യക്തികളും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവർ ഖുബായിലെത്തി അവിടെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതും പ്രതീക്ഷിച്ചിരുന്നു. വരട്ടെ, വന്നിട്ടൊന്നിച്ച് യസ്രിബിലേക്ക് നീങ്ങാം. ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്നു. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എത്തി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും എത്തിച്ചേർന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാണ് കടന്നുപോയത്. പിന്നെ മദീന പ്രവേശനം, ചരിത്രം കൗതുകപൂർവം രേഖപ്പെടുത്തിയ മഹാസംഭവം. ഹിജ്റ, മക്കയിൽ നിന്ന് യസ്രിബിലേക്കുള്ള മാറ്റം. യസ്രിബിന്റെ പേര് മാറി മദീനത്തുൻ നബവിയായി. ഒരു സമൂഹം അതിന്റെ അടിത്തറ പണിയുകയാണ്. ഭദ്രമായ അടിത്തറയാണ് വേണ്ടത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാം. ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഹിജ്റ വന്നവർ ചരിത്രത്തിലെ മുഹാജിറുകളായി, എക്കാലവും വാഴ്ത്തപ്പെടുന്ന മഹാന്മാരായി മാറി. അവരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തവർ അൻസാറുകൾ എന്ന പേരിൽ എക്കാലവും വാഴ്ത്തപ്പെട്ടു. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം, ആ ബന്ധം കാലഘട്ടത്തെ രോമാഞ്ചമണിയിച്ചിട്ടുണ്ട്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി സാഹോദര്യ ബന്ധത്തിൽ ഏർപ്പെട്ടു. മദീനയിലെ ജൂതന്മാരും ക്രൈസ്തവരും മുസ്ലിം സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു സാഹോദര്യം, എന്തൊരു സ്നേഹം, എന്തൊരു പരസ്പര വിശ്വാസം. വിശ്വാസത്തിന്റെ അദൃശ്യ ശക്തിയാണ് അവരെ നയിക്കുന്നത്. പ്രവാചകനോടുള്ള ആദരവ്, ഇതുപോലൊരു നേതാവ് ആദരിക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ചു, സന്ധിയുണ്ടാക്കി. സുപ്രധാന കാര്യങ്ങളിലെല്ലാം കൂടിയാലോചന നടക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ പ്രത്യേകം പരിഗണിക്കപ്പെട്ടു. ബദർ യുദ്ധരംഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു നന്നായി ശോഭിച്ചു നിന്നു. 313 പേരുടെ സൈന്യം, പ്രതിയോഗികൾ 1000-ൽ പരം. അദിയ് ഗോത്രക്കാർ യുദ്ധത്തിനെത്തിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭയന്നിട്ടാവാം ആരും വരാത്തത്. ചരിത്ര നിഗമനം അങ്ങനെയാണ്. തന്റെ ബന്ധുവായ ആസിം ഇബ്നു മുഗൈറ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി നേർക്കുനേരെ യുദ്ധം നടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ബദർ യുദ്ധഭൂമിയിൽ മക്കയുടെ വലിയ നേതാക്കന്മാരാണ് വധിക്കപ്പെട്ടത്. ഉക്കാള് ചന്തയിലെ പല കൂട്ടുകാരും വധിക്കപ്പെട്ടിരുന്നു. 70 പ്രമുഖന്മാരുടെ അന്ത്യം. അള്ളാഹുവിന്റെ സഹായത്താൽ ഇതൊക്കെ സാധ്യമായി. ബദറിന്റെ പ്രതികാരമായിരുന്നു ഉഹദ്. 3000 വരുന്ന ശത്രുക്കൾ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ഉഹദിലെത്തി. ഒരു കൂട്ടം യോദ്ധാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലയുടെ മുകളിൽ നിർത്തിയിരുന്നു. താഴ്വരയിലാണ് യുദ്ധം നടക്കുന്നത്. ശത്രുക്കൾ മല കയറി വരാൻ ഇടവരരുത്, കൽപ്പന കിട്ടുന്നതുവരെ സ്ഥലം വിടരുത് എന്ന കർശന നിർദ്ദേശവും നൽകി. യുദ്ധം പൊട്ടി. മുസ്ലിം സൈന്യം ആഞ്ഞുപൊരുതി. ശത്രുക്കളെ തുരത്തിയോടിച്ചു. ശത്രുക്കൾ ഓടിയകന്നു. അവർ ഉപേക്ഷിച്ചു പോയ യുദ്ധമുതലുകൾ മുസ്ലിം സൈന്യം ശേഖരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മലമുകളിലുള്ളവർ സ്ഥലം വിട്ടു. അവരുടെ നേതാവ് തടഞ്ഞിട്ടും അധികം ആളുകൾ അനുസരിച്ചില്ല. അല്പം ചിലരൊഴികെ എല്ലാവരും സ്ഥലം വിട്ടു. ഇത് വലിയ അബദ്ധമായി. തോറ്റോടുന്ന ശത്രു സൈന്യം ഇത് കണ്ട് മല കയറി വന്നു. അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളെ വധിച്ചു. താഴെ യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുന്ന മുസ്ലിങ്ങളെ ആക്രമിച്ചു. നിനച്ചിരിക്കാത്ത നേരത്തെ ആക്രമണം. മുസ്ലിങ്ങൾ എന്തു വേണമെന്നറിയാതെ പരക്കം പായുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ അമ്പുകൾ തുരുതുരെ വരാൻ തുടങ്ങി. കുന്തങ്ങൾ ചീറി വന്നു. ഒരു കൂട്ടം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊതിഞ്ഞു നിന്നു. പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ മുമ്പിലുണ്ടായിരുന്നു നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിം സൈന്യം സജ്ജമായി. നല്ല പ്രത്യാക്രമണം തുടങ്ങി. ശത്രുക്കൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, മുഹമ്മദിനെ വധിച്ചു, നമുക്ക് യുദ്ധം നിർത്താം സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ പിൻവാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിയിൽ മുറിവുണ്ടായി. ഒരു പല്ലിന് പരിക്കുപറ്റുകയും ചെയ്തു.
ഖുറൈശി പ്രമുഖനും പേരെടുത്ത പോരാളിയുമാണ് ഇബ്നു കംഅ. അവൻ വിളിച്ചു പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ വധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിച്ച ശത്രുക്കൾ ആഹ്ലാദ നൃത്തമാടി. അബൂ സുഫിയാൻ ഒരു പാറപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു ചോദിച്ചു, മുഹമ്മദ് അവിടെയുണ്ടോ? ആരും മറുപടി പറഞ്ഞില്ല. മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആരും മറുപടി പറയുന്നില്ല. മുഹമ്മദ് അവിടെ ജീവിച്ചിരിപ്പുണ്ടോ? അതിനും മറുപടിയില്ല. അബൂബക്കർ അവിടെയുണ്ടോ? മറുപടി പറഞ്ഞില്ല. ഉമർ ജീവിച്ചിരിപ്പുണ്ടോ? അബൂ സുഫിയാൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് വധിക്കപ്പെട്ടു, അബൂബക്കറും വധിക്കപ്പെട്ടു, ഉമറും വധിക്കപ്പെട്ടു, അവരുടെ കാര്യം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷമ നശിച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ അബൂ സുഫിയാൻ, നീ പേരെടുത്തു പറഞ്ഞ 3 പേരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹുവിന്റെ ശത്രു നാളെ നിന്നോട് പകരം ചോദിക്കാൻ നിൽക്കുകയാണ്. അബൂ സുഫിയാൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ടുറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്നലെ നിങ്ങൾക്ക് ജയം, ഇന്ന് ഞങ്ങൾക്കും ജയം. അതിന് വായടപ്പൻ മറുപടി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു, നീ സമന്മാരെ പോലെ സംസാരിക്കണ്ട, നാം തുല്യരല്ല. ഞങ്ങളിൽ ഒരാൾ യുദ്ധം ചെയ്ത് മരിച്ചാൽ സ്വർഗത്തിൽ പോവും, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ നരകത്തിൽ പോവും. അബൂ സുഫിയാൻ പേരെടുത്ത് വിളിച്ചു ചോദിച്ചു, ഉമർ ഒന്ന് പറയൂ, ഞങ്ങൾ മുഹമ്മദിനെ കൊന്നു, അത് ശരിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിനെ മുൻനിർത്തി സത്യം പറയൂ ഉമർ. ഇല്ലേ ഇല്ല, പ്രവാചകൻ ഇവിടെ ഇരിക്കുന്നു, നീ പറയുന്നതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ കേൾക്കുന്നുണ്ട്. മുഹമ്മദിനെ കൊന്നുവെന്ന് ഇബ്നു കംഅ പറയുന്നു, കൊന്നിട്ടില്ലെന്ന് ഉമർ പറയുന്നു. ഞാൻ ഉമറിനെ വിശ്വസിക്കുന്നു. അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം, രണാങ്കണത്തിൽ വെച്ച് കാണാം, അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു. ആ വെല്ലുവിളി സ്വീകരിച്ചതായി മറുപടി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം കാണാം. ശത്രുക്കൾ ഉഹദ് വിട്ടുപോയി. പ്രവാചകനെ വധിക്കാനുള്ള അവരുടെ സാഹസിക ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ മുറിവുകൾ കെട്ടിക്കൊടുക്കണം, വീണുകിടക്കുന്നവരെ എടുത്തുമാറ്റണം. എല്ലാ രംഗത്തും നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിൽ തന്നെയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, അവരുടെ മക്കൾ എല്ലാവരും ചേർന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കുന്നു. ഇസ്ലാമിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം. കുടുംബത്തിന്റെ വെളിച്ചമാണ് മകൾ ഹഫ്സ. പിതാവ് എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ട്. മകൾ ഹഫ്സയും എഴുത്തും വായനയും പഠിച്ചു. അക്കാലത്ത് അതൊരു അപൂർവ ബഹുമതിയായിരുന്നു. ഹഫ്സ നന്നായി കവിത ചൊല്ലും, കവിത രചിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി. പലരും സംശയ നിവാരണത്തിന് സമീപിച്ചു. നുബുവത്തിന് 5 വർഷം മുമ്പ് ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിച്ചു. ഇക്കാലത്ത് തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചത്. സ്വഹാബികൾക്കിടയിലെ ഒരു പ്രമുഖനാണ് ഉനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു, സൽഗുണ സമ്പന്നനായ ചെറുപ്പക്കാരൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുനൈസിനെ നന്നേ ഇഷ്ടപ്പെട്ടു. മകൾ ഹഫ്സയെ കുനൈസിന് വിവാഹം ചെയ്തു കൊടുത്തു. അവർ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു. നവദമ്പതികൾ മദീനയിലെത്തുകയും ചെയ്തു. കുനൈസ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തു. അക്കാര്യത്തിൽ ഹഫ്സ ബീവിക്ക് അഭിമാനമുണ്ട്. ഉപ്പായെ പോലെ തന്റെ ഭർത്താവും ശത്രുക്കൾക്കെതിരെ ധീരമായി പടപൊരുതണം. ഉഹദ് യുദ്ധത്തിന്റെ ആരവം മുഴങ്ങി. ഉനൈസ് റളിയല്ലാഹു അൻഹു ആയുധമണിഞ്ഞു യാത്ര പറഞ്ഞിറങ്ങി. ഉഹദ് യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. മുസ്ലിം സേനയിൽ പലർക്കും ഗുരുതരമായി മുറിവേറ്റു. ഉനൈസ് റളിയല്ലാഹു അൻഹു മാരകമായ മുറിവേറ്റ് വീണു. യുദ്ധം അവസാനിച്ചു. ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കൊണ്ടുവന്നു ചികിത്സിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ നന്നായി പരിചരിച്ചു. സുഖം പ്രാപിച്ചില്ല. ഉനൈസ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഭർത്താവിന്റെ വിയോഗം ഹഫ്സ റളിയല്ലാഹു അൻഹയെ ദുഃഖത്തിലാഴ്ത്തി. മനസ്സിൽ വേദന നിറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വേദന സഹിച്ച ദിവസങ്ങളായിരുന്നു അത്. മകളുടെ സങ്കടം കണ്ട് സഹിക്കാനാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും മകളുടെയും ദുഃഖം നന്നായി അറിയുന്നു. അവർക്ക് ആശ്വാസം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ സന്നദ്ധനായി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പദവി ഒന്നുകൂടി ഉയരുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി ആയിഷ ബീവിയെ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക പദവിയും ലഭിച്ചു. ഇപ്പോൾ തനിക്കും അതേ പദവി ലഭിക്കാൻ പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു. അൽഹംദുലില്ലാ അൽഫ മറ.
ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ തനിക്ക് ലഭിച്ച പ്രത്യേക പദവിയോർത്ത് സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പദവിയിലേക്കാണ് അവർ ഉയരുന്നത്. വിവാഹം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെത്തി. ബുദ്ധിമതിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അന്നു മുതൽ പ്രവാചക ജീവിതം പഠിക്കാൻ തുടങ്ങി. വലിയൊരു പണ്ഡിത വനിതയായി തീർന്നു. ഒന്നാം ഖലീഫയുടെ കാലത്താണ് വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേരണ മൂലമാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതും മുസ്ഹഫ് രൂപത്തിലാക്കിയതും. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മുസ്ഹഫ് സൂക്ഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഇത് സൂക്ഷിച്ചത് ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിരുന്നു. വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മികച്ച പണ്ഡിത വനിതയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഓമനപുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ. ലോകത്ത് നിലനിന്ന ഒരേയൊരു മുസ്ഹഫായിരുന്നു അത് സൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്നത് വലിയ സൗഭാഗ്യം തന്നെ. പുതിയ കോപ്പികൾ തയ്യാറാക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ കോപ്പി വാങ്ങി. പുതിയ കോപ്പികൾ എടുത്തു, പരിശോധനകൾ പൂർത്തിയാക്കി, പഴയ കോപ്പി തിരിച്ചു കൊടുത്തു. ഹഫ്സ റളിയല്ലാഹു അൻഹ അത് സൂക്ഷിച്ചു വെച്ചു. വിശുദ്ധ ഖുർആനെ കുറിച്ച് വിവരിക്കുമ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പേര് പറയേണ്ടി വരും. വഖഫ് ചെയ്യുക എന്നതിന് ഇസ്ലാമിക ചരിത്രത്തോളം പഴക്കമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ കുറച്ച് സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടു. വഖഫ് ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖൈബറിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് കുറച്ച് സ്ഥലം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖൈബറിൽ എനിക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്റെ കൈവശമുള്ള വിലപ്പെട്ട സ്വത്താണ്. അതിനേക്കാൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എന്റെ കൈവശമില്ല. ഞാനത് എന്ത് ചെയ്യണം? താങ്കൾക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം അതായിരുന്നു. പിന്നെയൊന്നും ചിന്തിച്ചില്ല, സ്ഥലം വഖഫ് ചെയ്തു. പാവങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഉപയോഗപ്പെടണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആ നിശ്ചയത്തോടെ വഖഫ് ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫായിരുന്നു ഇത്. അങ്ങനെയാണ് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. ഇൻഷാ അല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.